പാലക്കാട് നഗരത്തിലെ മാലിന്യക്കൂമ്പാരത്തിന് ശാപമോക്ഷം. വലിയങ്ങാടി മീൻ മാർക്കറ്റിന് പിറകിൽ പതിറ്റാണ്ടുകളായി കെട്ടിക്കിടന്നിരുന്ന വൻ മാലിന്യശേഖരം നീക്കം ചെയ്യുന്ന നടപടികൾക്ക് നഗരസഭ തുടക്കം കുറിച്ചു. കാലങ്ങളായി മത്സ്യങ്ങൾ പൊതിഞ്ഞു വന്നിരുന്ന തെർമാക്കോൾ, പനമ്പറമ്പ് തുടങ്ങിയ അശാസ്ത്രീയമായി നിക്ഷേപിച്ച വസ്തുക്കളാണ് ഇവിടെ കുന്നുകൂടിയിരുന്നത്. സംഭവം വന്നിട്ട് ഈ നഗരസഭന്റെ ഇവിടെ ഈ വേസ്റ്റ് കൊണ്ടിട്ടിട്ടത് ഈ മാർക്കറ്റിന്റെ വേസ്റ്റാണ്. ഈ വേസ്റ്റ് വന്നിട്ട് കുറേ കാലമായിട്ട് കിടക്കണതാണ് ഇവിടെ. അതിപ്പോൾ 10-13 വർഷമായിട്ട് കിടക്കണതാണ്. അപ്പോൾ അത് ക്ഷേമമായിട്ട് ബന്ധപ്പെട്ട് അപ്പോൾ ഈ മാലിന്യം ഇവിടുന്ന് മാറ്റണം എന്നുള്ളൊരു നിർബന്ധത കൊണ്ട് രാവിലെ മുതൽ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. മാലിന്യം മുഴുവൻ മൊത്തം വൃത്തിയാക്കി അതേപോലെ നല്ല വൃത്തിയാക്കി എല്ലാം ക്ലിയർ ആക്കാനുള്ള ഇതിപ്പോൾ എത്ര ദിവസം ഉണ്ടാവും? ഇനിയിപ്പോൾ ഒരു 4 ദിവസം, മാക്സിമം 4 ദിവസം ഉണ്ടാവും. എല്ലാം ക്ലിയർ ആക്കാന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് എടുത്തിട്ട് ഇപ്പോൾ വണ്ടി പോയിട്ടുണ്ട്, 2 ട്രിപ്പ് പോയിട്ടുണ്ട്. വന്ന അടുത്ത 2 ട്രിപ്പും കൂടെ പോകും. പിന്നെ നാളെയും കൂടെ വണ്ടി കൂടുതൽ വിട്ടു തന്നാൽ അതിനനുസരിച്ചുള്ള പണിയായിരിക്കും. വണ്ടി ഇപ്പോൾ ആകെ 2 വണ്ടി വന്നിട്ടുള്ളൂ. അപ്പോൾ വണ്ടി കൂടുതൽ വിട്ടു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് വന്നു പറഞ്ഞാൽ അവർ ക്ലീൻ ചെയ്തു. സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലമായതിനാലുള്ള നിയമപ്രശ്നങ്ങളും കാലപ്പഴക്കം ചെന്ന മാലിന്യം തരംതിരിക്കുന്നതിലെ പ്രായോഗിക ബുദ്ധിമുട്ടുകളും മാർക്കറ്റ് കരാറുകാർ മാറിവന്നതിലെ ആശയക്കുഴപ്പങ്ങളും മൂലം പതിറ്റാണ്ടുകളായി തുടർന്നു പോകുന്ന പ്രതിസന്ധികൾ പരിഹരിച്ചാണ് നഗരസഭയുടെ ഇടപെടൽ. പാലക്കാട് നഗരസഭയുടെ ഉടമസ്ഥയുള്ള മീൻ മാർക്കറ്റിൽ നിന്നുള്ള വേസ്റ്റാണ് കഴിഞ്ഞ കുറേ പതിറ്റാണ്ടുകളായിട്ട് ആ മീൻ പൊതിഞ്ഞ് വന്നിരുന്ന പാക്കിംഗ് മെറ്റീരിയൽസാണ് അവിടെ നിക്ഷേപിച്ചത്. അത് സ്വകാര്യ പറമ്പിലാണ് നിക്ഷേപിച്ചിരുന്നത്. 2022 നമ്മളത് എടുത്തു മാറ്റാൻ വേണ്ടിയിട്ടൊരു പ്രക്രിയ തുടങ്ങി. ആ സമയത്ത് സ്വകാര്യ പറമ്പിൽ മാലിന്യം മാറ്റുന്നത് സംബന്ധിച്ച് കുറേ സങ്കീർണ നിയമക്കുരുക്കളുള്ളതുകൊണ്ട് അത് ചർച്ചകൾ കുറച്ച് നീണ്ടുപോയി. മാത്രമല്ല അത് എടുത്തു മാറ്റി വീണ്ടും വരാതിരിക്കാനുള്ള സിസ്റ്റം കൂടെ നമുക്ക് ഉറപ്പുവരുത്തേണ്ടതായിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് വ്യാപാരികളായിട്ട് നമ്മൾ മീറ്റിംഗ് നടത്തി, പ്രദേശത്തുള്ള വ്യാപാര സ്ഥാപനമായിട്ട് നമ്മൾ ചർച്ചകൾ നടത്തി, സ്ഥല ഉടമസ്ഥ ചർച്ച നടത്തി. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മളതിന്റെ ക്വാണ്ടിഫിക്കേഷൻ ഏകദേശം കണക്കാക്കി അത് ക്ലീൻ കേരള കമ്പനി കൈമാറുന്ന നടപടി സ്വീകരിച്ചു. ഇത്രയും തീരുമാനം അത് വീണ്ടും ആ സുസ്ഥിരത, അതിന്റെ സുസ്ഥിരത ഉറപ്പുവരുത്താൻ വേണ്ടി കൊണ്ടാണ് കുറച്ച് നമുക്ക് കാലതാമസം എടുത്തത്. നിലവിൽ അത് പൂർണ്ണമായിട്ട് മാറ്റാനുള്ള തുടക്കം പാലക്കാട് നഗരസഭയ്ക്ക് കഴിഞ്ഞ അടുത്ത ദിവസം കൊണ്ട് അത് പൂർണ്ണമായിട്ട് എടുത്ത് മാറ്റാൻ വേണ്ടി സാധിക്കും. നമുക്ക് ഇത് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇത് ഡംപിങ് സ്ഥലങ്ങൾ ഒരു സ്ഥലത്ത് തരംതിരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് മാറ്റാൻ സാധിക്കില്ല. എന്നാലും ഒരു 10-15 ദിവസം കൊണ്ട് പൂർണ്ണമായിട്ട് മാറ്റാൻ സാധിക്കുമെന്നാണ് വിശ്വസിക്കുന്നത്. ശേഖരിക്കുന്ന മാലിന്യങ്ങൾ ശാസ്ത്രീയ സംസ്കരണത്തിനായി ക്ലീൻ കേരള കമ്പനിക്ക് കൈമാറാനാണ് തീരുമാനം. പ്രദേശം ശുദ്ധീകരിച്ച ശേഷം വീണ്ടും മാലിന്യക്കൂമ്പാരം ഉണ്ടാകാതിരിക്കാൻ വ്യാപാരികളുമായി ചർച്ചകൾ പൂർത്തിയാക്കി നഗരസഭ കൃത്യമായ മുൻകരുതലുകൾ സ്വീകരിച്ചിട്ടുണ്ട്. മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിന് 2022 നഗരസഭ ആരംഭിച്ച പരിശ്രമങ്ങളുടെ ഭാഗമായാണ് നടപടി. UTV ന്യൂസ്, പാലക്കാട്.